ഒറ്റയാൻ മൂന്നാം ഭാഗം. ദേവിയുടെ സംസാരം കേൾക്കുന്നതിന് ഇത്ര മാധുര്യമോ? ഒരു ജന്മം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കാനുള്ള സൗഭാഗ്യത്തെ തച്ചുടച്ചവനാണ് താൻ. ഓഫീസിൽ വെച്ചും ദേവി എന്ന പേര് പോലും വിളിച്ചിട്ടില്ല. ആരെയും പേരെടുത്ത് വിളിക്കുന്നത് തനിക്കിഷ്ടവുമായിരുന്നില്ല. പഴയ മാടമ്പി സ്വഭാവമാകാം. കളയേണ്ടത് കളയേണ്ട സമയത്ത് തന്നെ ആകണമെന്ന സിദ്ധാന്തം ആരും പഠിപ്പിച്ചില്ല. അല്ല, പഠിച്ചില്ലെന്ന് പറയുന്നതാകും ശരിയും. ഓഫീസ് തൊട്ട് പല പല കാര്യങ്ങളും അവരുടെ സംസാരത്തിൽ നിറഞ്ഞു. ഒരു നെഗറ്റീവായ വാക്കുകളും പറയാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചിരുന്നു. ഒരു വാക്ക് മതി എല്ലാം ചാമ്പലാകാൻ എന്നത് സരസ്വതിക്ക് നല്ലവണ്ണം അറിയാം. ഒത്തിരി കാര്യങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. അതിലൂടെയാണ് താൻ ദേവിയുടെ മകൻ്റെ ഹോസ്പിറ്റലിൽ എത്തപ്പെട്ട വിവരവും അറിഞ്ഞതും. സർ, ഒരു കാര്യം വിട്ടുപോയി. ഒരു സോറി പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. സാറിന്റെ സുഖവിവരങ്ങളും അതോടൊപ്പം ഈ വരവിന് മറ്റൊരു ഉദ്ദേശവും കൂടി ഉണ്ട്. മേനോൻ അതെന്താകുമെന്നറിയാൻ ദേവിയെ ഒളികണ്ണിട്ട് നോക്കി. ഓഹ്, എന്തൊരു ആകർഷണീയതയാണ് ദേവിയുടെ കണ്ണുകൾക്ക്! ഇപ്പോഴും ഒരു നിമിഷം പരസ്പരം കണ്ണുകൾ ഇടഞ്ഞു. ആ നോട്ടം പിൻവലിക്കാൻ രണ്ടു പേർക്കുമായില്ല. ക്ലോക്കിലെ മണിനാഥമാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നതും. ഒരു ജാള്യതയോടെ താൻ എന്തോ വലിയൊരു അപരാധം ചെയ്തതുപോലെ ദേവിയുടെ മുഖം ചുവന്നു തൊടുത്തു. അതോടൊപ്പം ആ മിഴികൾ താഴേക്കായി. സർ, സോറി, ഞാൻ അറിയാതെ. ദേവിയല്ല, ഞാനല്ലേ സോറി പറയുന്നത്. ഞാൻ കാരണമല്ലേ ദേവിയും എന്നെ നോക്കിയത്. സാറ് സോറി പറയാനൊക്കെ പഠിച്ചോ? ചിരിക്കാനും. വീണ്ടും ഒരു പൊട്ടിച്ചിരിയുടെ അലകൾ ആ ചുമരുകളിൽ പ്രതിധ്വനിച്ചലയടിച്ചു. സോറി സർ, വീണ്ടും പറയാൻ വന്നത് വിട്ടുപോയി. ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സാറിന്റെ ബോധം വരുന്നതിന് മുൻപേ പോരേണ്ടി വന്നത് മോന്റെ മോൾ സ്കൂളിൽ നിന്ന് വരാനുള്ള സമയമായതിനാലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും കണ്ണൻ ചെയ്യുമല്ലോ. പിന്നെ മരുമോള് സുമയ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവരോട് ഞാൻ ഇടയ്ക്കിടെ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. പിന്നെ സാർ ഉണരുമ്പോൾ അവിടെ ഞാൻ ഉണ്ടാകണ്ടെന്ന് മനസ്സ് പറഞ്ഞു. സാറിന് അത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി. പഴയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണത് പറഞ്ഞതും. ശരിയാണ്, അന്ന് ദേവിയെ കണ്ടിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എനിക്കന്നും ഇന്നലെ വരെയും ഒരു മാറ്റവും ഇല്ലായിരുന്നു. പക്ഷേ എന്തേ സർ, ഇന്ന് മാറ്റമുണ്ടോ? യെസ്, ഇന്ന് ഞാനാകെ മാറി. ദേവിയുടെ സാന്നിധ്യമാകാം. കുഞ്ഞു പ്രായം മുതൽ കെട്ടി നിർത്തിയ വൻമതിൽ അടിയോടെ കടമൊഴുക്കി. വിശ്വാമിത്രം പോലും മേനകയുടെ അങ്കലാവണ്യത്തിൽ എല്ലാം മറന്നില്ലേ? സാഹിത്യമൊക്കെ ഉണ്ടോ കൂടെ? ധർമ്മരസവും. സാർ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു? അന്നേ ഇതൊക്കെ ഉണ്ടായിരുന്നേനെ. ഞാൻ ദേ ഇവിടെ ഉണ്ടായിരുന്നേനെ, ആ കാൽക്കീഴിൽ മുറുക്കാനും ഇടിച്ചുകൊണ്ട്. വീണ്ടും ചിരി, കൂടാതെ പ്രണയത്താൽ പൂരിതമായ നോട്ടവും. സർ, അഞ്ജനമോൾ വരാറായി. സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞതേയില്ല. ഓ, ഓക്കേ ദേവി. സമയമുണ്ടായിരുന്നേൽ ഒരു ചായ ഇട്ട് തന്നേനെ. സോറി സർ, ഇനി വരുമ്പോൾ ഇട്ട് തരാം. ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ പാലോ പഞ്ചസാരയോ ഉണ്ടാകുമോ? ഇല്ലേ, ഞാൻ കൊണ്ടുവന്നേക്കാം. ഇനി ഇടയ്ക്കിടെ ഞാൻ ഇങ്ങോട്ട് വരും. എല്ലാം വാങ്ങി വെച്ചോളൂ. ആ ഏജൻസിക്കാരുടെ ഇവിടുത്തെ കച്ചവടം ഞാനായിട്ട് പൊട്ടിക്കുമെന്നാണ് തോന്നുന്നത്. അവിടെയാണെങ്കിൽ മക്കള് രണ്ടുപേരും രാവിലെ പോകും. പിന്നെ അഞ്ജനമോളും. വൈകുന്നേരം അവരെല്ലാം വരുന്നത് വരെ ബോറടിയാണ്. ഞാൻ ദിവസവും വേണേ ഇങ്ങോട്ട് വരാം, സാറ് അനുവദിക്കുമെങ്കിൽ. ഒരു തമാശ രൂപേണയാണ് സരസ്വതി പറഞ്ഞതെങ്കിലും മേനോൻ അത് യാഥാർത്ഥ്യമായി എടുത്തു. ഓഫ് കോഴ്സ് ദേവി, തീർച്ചയായും
ദേവിക്ക് ഈ ഭവനത്തിലേക്ക് എപ്പോഴും സ്വാഗതമാണ്. ഇപ്പോഴാണ്, എന്നാണ് ഇതൊരു ഭവനമായത്. ഇതൊരു കോൺക്രീറ്റ് തടവറയായിരുന്നു. ദേവിയുടെ സാന്നിധ്യം കൊണ്ട് എനിക്കും ഈ വീടിനും ശാപമോക്ഷം കിട്ടി. സാറിനല്ല, എനിക്കാണ് ശാപമോക്ഷം. അഹല്യയെ പോലെ എനിക്കാണ് ശാപമോക്ഷം കിട്ടിയത്. വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ പാദസ്പർശമല്ലേ അഹല്യക്ക് ശാപമോക്ഷം കിട്ടിയത്? ഞാനോ ശ്രീരാമൻ? എനിക്ക് നിങ്ങളെല്ലാം കൂടിയുടെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ദുർവാസാവ്. ഇത് സരസ്വതി ദേവിയാണല്ലോ. അപ്പോൾ ആരാ സീത? ഞാനാണ് അഹല്യയും സീതയും. ആര്യപുത്ര, വിട ചൊല്ലിയാലും അടിയനെ പോകാൻ അനുവദിച്ചാലും പ്രഭോ. ചെറു ചിരിയോടെ പറഞ്ഞു. തമാശയ്ക്കാണെങ്കിലും അതിൽ നിറഞ്ഞു തുളുമ്പുന്ന പ്രണയരസം മേനുവിന് വളരെ ബോധിച്ചു. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബൈ പറഞ്ഞു. എല്ലാ ദിവസത്തെയും മോർണിംഗ് വാക്ക് രണ്ടുപേരും ഒരുമിച്ചായി പതിയെ പുറത്തേക്കും തൊട്ടടുത്ത ചെറിയ ചായക്കടയിൽ നിന്നും ഒരു ചായ കുടിച്ചിട്ടാണ് പിരിയുന്നത്. ഷുഗർ അല്പമുള്ളതിനാൽ ഒരു ചായ വാങ്ങി രണ്ടുപേരും കൂടിയാണ് കുടിച്ചിരുന്നത്. ആദ്യമൊക്കെ 2 ഗ്ലാസ്സിലാക്കി, അത് പിന്നീട് ഒരേ ഗ്ലാസ്സിലാക്കി. അതിനായിരുന്നു കൂടുതൽ മാധുര്യവും എന്ന് രണ്ടാൾക്കും തോന്നി. അവരുടെ നടത്തം ആദ്യമൊക്കെ റോഡിന് സമാന്തരങ്ങളിലായിരുന്നെങ്കിലും പിന്നീട് അവിടെയും മാറ്റങ്ങളായി. പ്രണയമില്ലെങ്കിലാണ് ശബ്ദം. പ്രണയത്തിന് നിശബ്ദതയിൽ നിറയുന്ന നേരിയ ശബ്ദമാണ്. അപ്പോൾ തൊട്ടടുത്ത് വേണം നടപ്പും. 3 വർഷങ്ങളായി താനീ ഫ്ലാറ്റിൽ താമസമെന്ന് സാറിനോട് വെറുതെ തമാശയ്ക്കായിരുന്നു. ഒരത്ഭുതമായി തോന്നട്ടെ എന്നാണ് വിചാരിച്ചതെങ്കിലും ആ മുഖത്ത് ഒരു വ്യത്യാസങ്ങൾ കാണാനുമായില്ലായിരുന്നു. അതൊന്നും അദ്ദേഹത്തിനൊരു കാര്യവുമല്ലായിരിക്കാം. 3 മാസങ്ങളായി ഈ ഫ്ലാറ്റിൽ താമസമായെങ്കിലും അതിനു മുമ്പേ മുതൽ മേനോനെ ദേവി കാണാറുണ്ടായിരുന്നു. ഗസ്റ്റായി തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ. മേനോൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ ഒരു വെളിപ്പാടകലെ, എന്നിട്ടും വിളിച്ചില്ല. ഒന്ന് നോക്കിയിരുന്നെങ്കിൽ കാണാനാകുമായിരുന്നു, എന്നിട്ടും കണ്ടില്ല. പരസ്പരം സംസാരിക്കാനുള്ള അവസരങ്ങളും ഒരു നോക്കെങ്കിലും കാണാതെ എങ്ങനെ സംസാരിച്ചു തുടങ്ങും? ഒരു പുരുഷൻ്റെ വീക്ഷണകോൺ ചെറുതാണെങ്കിലും മേനോൻ്റെ കണ്ണാണെങ്കിൽ ഒരു പോയിന്റിലല്ലേ നോക്കൂ. ഒരണുവിട തെറ്റാതെ മറ്റൊരിടത്തേക്കും കണ്ണുകൾ പായില്ല. തൊട്ടു മുമ്പിൽ നിന്നാൽ പോലും. സരസ്വതി എപ്പോഴും മേനോനെ തന്നെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും മേനോൻ ആരെയും നോക്കാറില്ലായിരുന്നു. ഒരു കുഞ്ഞു കുട്ടിയെ പോലും. ഒരു ബന്ധങ്ങളിലും മേനോന് പണ്ടും ഇപ്പോഴും വിശ്വാസമില്ലായിരുന്നു. കുട്ടിയായാലും പട്ടിയായാലും മേനോനെ സംബന്ധിച്ചിടത്തോളം ഒരേ വാല്യൂ തന്നെയാണ്. ഒരു പുഞ്ചിരിയും മേനോൻ്റെ ചുണ്ടിൽ വിടലില്ല. കടന്നൽ കുത്തിയ പോലുള്ള മുഖഭാവമാണെപ്പോഴും. അത് ജാത്യാലുള്ളത് തൂത്താൽ പോകില്ലല്ലോ. മേനോൻ തലകറങ്ങി വീണപ്പോൾ അന്ന് തൊട്ടടുത്തുണ്ടായിരുന്നത് ദേവിയായിരുന്നു. ആ മടിയിലാണ് കിടന്നതും. മേനോൻ്റെ ഹോസ്പിറ്റലിലെ റെക്കോർഡിൽ പോലും സരസ്വതി ദേവി കയറി ഒരു ബന്ധവുമില്ലാത്തയാളുടെ ബന്ധുവായി. അല്ല, അതിനേക്കാൾ ഭാര്യ പോലുമായി. പറയുന്നിടത്തെല്ലാം ഒപ്പിട്ടു. ഒരു നിമിഷമെങ്കിലും മിസ്സിസ് ഗോവിന്ദമേനോനായി, അയാൾ പോലും അറിയാതെ. ആ നിമിഷം സരസ്വതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ധന്യ നിമിഷങ്ങളായിരുന്നു. കാലങ്ങളോളം കാത്തിരുന്ന സുവർണ നിമിഷങ്ങൾ. സ്വയം മറന്നങ്ങനെ നിന്നുപോയി. പിന്നിലെ ഒരു തലോടലാണ് ആ ഷോക്ക് മാറ്റിയത്. തുടരും. കഥ മാനുവൽ ടി തോമസ്.